ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളുടെ മേലും നിങ്ങളുടെ കുടുംബത്തിലും സമൃദ്ധമായിട്ട് ഉണ്ടാകട്ടെ. ഈശോയിൽ സ്നേഹം നിറഞ്ഞ പ്രിയ സഹോദരി സഹോദരങ്ങളെ, ഇന്ന് നമ്മൾ ശ്രവിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം 24 അധ്യായം 13 മുതൽ 15 വരെയുള്ള തിരുവചനം. ആ ദിവസം തന്നെ അവരിൽ 2 പേർ ജെറുസലേമിൽ നിന്ന് ഏകദേശം 60 സ്താദിയോൺ അകലെയുള്ള എമ്മാവൂസ് ഗ്രാമത്തിലേക്ക് പോവുകയായിരുന്നു. ഈ സംഭവങ്ങളെക്കുറിച്ചെല്ലാം അവർ സംസാരിച്ചുകൊണ്ടിരുന്നു. അവർ സംസാരിക്കുകയും വാദിക്കുകയും ചെയ്ത് കൊണ്ടുപോകുമ്പോൾ യേശുവും അടുത്തെത്തി അവരോടൊപ്പം യാത്ര ചെയ്തു. പ്രിയ സഹോദരി സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിലും ആദ്യം നമ്മൾ അന്വേഷിക്കേണ്ട ഒരു കാര്യമാണ് യേശു ക്രിസ്തു എൻ്റെ ജീവിതത്തിൽ എന്നോടൊപ്പം യാത്ര ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. നമ്മൾ ലോകത്തോടൊപ്പം യാത്ര ചെയ്താലും, കുടുംബത്തോടൊപ്പം യാത്ര ചെയ്താലും, സ്നേഹിതരോടൊപ്പം യാത്ര ചെയ്താലും, നിങ്ങളുടെ യാത്ര, നിങ്ങൾ ഒരു ലക്ഷ്യസ്ഥാനത്തേക്ക് പോകുന്ന ആ യാത്ര അത് അനുഗ്രഹപ്രദമായി മാറണമെങ്കിൽ യേശു ക്രിസ്തു നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണം. നമ്മുടെ ജീവിതത്തിലെ ഒരു വ്യക്തിയുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈശോ അവൻ്റെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കുക എന്നുള്ളത്. നമ്മൾ ഈസ്റ്റർ ആഘോഷിച്ചു. ലോകത്തെയും മരണത്തെയും കീഴടക്കി ഉത്ഥിതനായ യേശുക്രിസ്തുവിനെ നമ്മൾ വാനോളം പുകഴ്ത്തി നടക്കുന്ന ഈ സമയം നമ്മൾ സ്വയം ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്, ആ യേശു എന്നോടൊപ്പം എപ്പോഴും ഉണ്ടോ? ആ യേശു എന്നോടൊപ്പം ഉണ്ടാകേണ്ട രീതിയിലാണോ ഞാൻ ജീവിക്കുന്നത്? യേശുവിനെ ഞാൻ എപ്പോഴെങ്കിലും വേദനിപ്പിക്കാറുണ്ട്? പിതാവായ ദൈവത്തിൻ്റെയും പുത്രനായ യേശു ക്രിസ്തുവിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും കൃപയാൽ അനുഗ്രഹത്താലും നമ്മൾക്ക് ഇന്ന് തന്നെ നമ്മളെ ഒന്ന് ആത്മശോധന ചെയ്യാം. എൻ്റെ ബെസ്റ്റ് കമ്പാനിയനാണോ യേശു? ഞാൻ എന്തും പങ്കുവയ്ക്കുന്നവനാണോ എൻ്റെ കൂടെയുള്ള യേശു ക്രിസ്തു? നമ്മുടെ ജീവിതത്തെ അങ്ങനെയുള്ള ഈശോയോടൊപ്പം യാത്ര ചെയ്യുന്ന, ഈശോയോട് എല്ലാം പങ്കുവയ്ക്കുന്ന ഒരു ദൈവമകളായി, ദൈവമകനായി നമ്മളെ തന്നെ മാറ്റിയെടുക്കാം. മുന്നോട്ടുള്ള ഓരോ നിമിഷങ്ങളിലും ഈശോ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കുന്ന, ഈശോയോടൊപ്പം യാത്ര ചെയ്യുന്ന മക്കളായി നിങ്ങളെ ദൈവം മാറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.